ഹെഡ്ഫോൺ ഉള്ളവരെല്ലാവരും ഹെഡ്ഫോൺ യൂസ് ചെയ്ത് വാച്ച് ചെയ്യുക. എല്ലാവർക്കും PSC DVD പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കയറ്റത്തിൽ എങ്ങനെ കാർ എഫക്റ്റീവായിട്ട് ഓടിക്കാമെന്ന്. കയറ്റത്തിൽ നോർമലി വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മൾ രണ്ട് പ്രോബ്ലമാണ് ഫേസ് ചെയ്യുന്നത്. ഒന്ന് വാഹനം ഓഫായി പോകുന്നു, അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രോബ്ലം വാഹനം പുറകോട്ട് വരുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഈ രണ്ട് പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം എന്നാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ് കയറ്റത്തിൽ എങ്ങനെ വാഹനം എഫക്റ്റീവായിട്ട് ഓടിക്കാമെന്ന്. നോർമലി ഹാഫ് ക്ലച്ച് യൂസ് ചെയ്തിട്ടും ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്തിട്ടും ഈ രണ്ട് രീതിയിലും നമുക്ക് കയറ്റത്തിൽ വാഹനം എഫക്റ്റീവായിട്ട് ഓടിക്കാം, പുറകോട്ട് വരാതെ ഓഫ് ആവാതെ ഓടിക്കാവുന്നതാണ്. ഇന്ന് നമുക്ക് അത് നോക്കാം. സോ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണ് PSC DVD എന്ന യൂട്യൂബ് ചാനലിൽ നിന്ന് ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ കണ്ടത് ഒരു കയറ്റത്തിൽ എങ്ങനെ വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു പോകുന്നതാണ്. വാഹനം കയറ്റത്തിലാണെങ്കിലും പ്ലെയിൻ ഏരിയയിലാണെങ്കിലും ഇറക്കത്തിലാണെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കുന്നത് ക്ലച്ചും ബ്രേക്കും ചവിട്ടി ഫസ്റ്റ് ഗിയറിലിട്ട് ക്ലച്ചും ബ്രേക്കും മെല്ലെ റിലീസ് ചെയ്യുന്നു. വാഹനം ചെറുങ്ങനെ മൂവ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്നു. ഇതാണ് നോർമലി നമ്മൾ ഓടിക്കുന്ന ഒരു രീതി. എന്നാൽ കയറ്റത്തിൽ എത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കയറ്റത്തിൽ നമ്മൾ ഓടിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതേ പ്രൊസീജിയർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മിക്കപ്പോഴും വാഹനം ഓഫാകും. ഇതിന് രണ്ട് കാരണമാണ് ഉള്ളത്. ഇപ്പോൾ നമുക്ക് നോക്കാം. സെയിം പ്രൊസീജിയർ അപ്ലൈ ചെയ്തപ്പോൾ വാഹനം ഓഫാകും. നമുക്കൊന്നും കൂടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എന്തുകൊണ്ടാണ് വാഹനം ഓഫായത്? നമ്മുടെ വാഹനം കയറ്റത്തിൽ ഓടുന്ന സമയത്ത് കൂടുതൽ പവർ വേണം. വാഹനത്തിൽ കൂടുതൽ ആളുണ്ടെങ്കിൽ കൂടുതൽ പവർ വീണ്ടും വേണ്ടി വരും. കയറ്റമാവുന്ന സമയത്ത് നമ്മൾ റിലീസ് ചെയ്യുന്ന ഹാഫ് ക്ലച്ച് കുറച്ച് കൂടുതൽ റിലീസ് ചെയ്യേണ്ടി വരും. നമ്മൾ ആദ്യത്തെ ഒരു പ്ലെയിൻ ഏരിയയിൽ ഒരു 70% റിലീസ് ചെയ്യുന്ന സമയത്താണ് വാഹനം മൂവ് ചെയ്യുന്നതെങ്കിൽ കയറ്റം ആവുന്ന സമയത്ത് ഒരു 75% ഒക്കെ റിലീസ് ചെയ്യേണ്ടി വരും. അതുപോലെ ഒരു ചെറിയ ആക്സിലേറ്റർ കൊടുക്കേണ്ടി വരും. നോർമൽ ഏരിയയിൽ അല്ലെങ്കിൽ ഒരു പ്ലെയിനായ ഏരിയയിൽ നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ആക്സിലേറ്റർ കൊടുക്കാതെ തന്നെ ക്ലച്ച് മെല്ലെ റിലീസ് ചെയ്താൽ തന്നെ വാഹനം മൂവ് ചെയ്ത് തുടങ്ങുന്നത്. പക്ഷേ കയറ്റമാവുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ആക്സിലേറ്റർ കൊടുക്കേണ്ടി വരും. രണ്ടാമത്തെ മെയിൻ പ്രോബ്ലമാണ് കയറ്റത്തിൽ വാഹനം നിന്ന് പോയിട്ടുണ്ടെങ്കിൽ വാഹനം പുറകോട്ട് വരുന്നത്. നമ്മൾ വാഹനം ക്ലച്ച് ചവിട്ടി മുന്നോട്ടെടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് വാഹനം പുറകോട്ട് വരുന്നത്. ഇത് കൂടുതൽ അപകടകരമാണ്. പ്രത്യേകിച്ച് തൊട്ടുപുറകിൽ വാഹനം ഉണ്ടെങ്കിൽ അതിന് പോയി തട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ശ്രദ്ധിക്കണം. ഇങ്ങനെ പുറകോട്ട് വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്ത് വാഹനം പിടിച്ച് നിർത്തുകയാണ് ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമത് ഫസ്റ്റ് ഗിയറിലിട്ട് മെല്ലെ ക്ലച്ച് റിലീസ് ചെയ്യുന്നത് ആ ജെർക്ക് വരുന്നവരെ ക്ലച്ച് മെല്ലെ റിലീസ് ചെയ്യും. കുറച്ച് കൂടുതൽ റിലീസ് ചെയ്യേണ്ടി വരും ക്ലച്ച്. അത് കഴിഞ്ഞ് വാഹനം മൂവ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ആക്സിലേറ്റർ കൊടുത്ത് ഓടിച്ചു പോവുകയാണ് ചെയ്യേണ്ടത്. ജെർക്കായി കഴിഞ്ഞാലും ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് ക്ലച്ച് പൂർണ്ണമായിട്ടും വലിക്കരുത്. കുറച്ച് നേരം കൂടി അതുപോലെ പ്രസ് ചെയ്തിരിക്കുക. ഇനി നമുക്ക് ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്തിട്ട് പുറകോട്ട് വരുന്നത് പൂർണ്ണമായിട്ടും തടയാം. കാരണം ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് വാഹനം പുറകോട്ട് വരില്ല. ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലത്തെ കാലെടുത്ത് വെച്ച് ആക്സിലേറ്ററിൽ മുകളിൽ വെക്കാം. അതുപോലെ ആക്സിലേറ്റർ കൊടുക്കാൻ റെഡിയായി നിൽക്കാം. എന്നിട്ട് ക്ലച്ച് മെല്ലെ റിലീസ് ചെയ്യണം. വാഹനം ജെർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ റെഡി ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഹാൻഡ് ബ്രേക്ക് ഓഫാക്കുന്നു, ആക്സിലേറ്റർ കൂടുതൽ കൊടുക്കുന്നു. അങ്ങനെ മുന്നോട്ട് ഓടിച്ചു പോകാം. അതായത് ഈ രണ്ട് രീതിയിൽ, ഒന്ന് ഹാഫ് ക്ലച്ച് യൂസ് ചെയ്തിട്ടും രണ്ടാമത് ഹാഫ് ക്ലച്ചിൻ്റെ കൂടെ തന്നെ ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്തിട്ടും നമുക്ക് വാഹനം മുന്നോട്ട് ഓടിക്കാവുന്നതാണ്. ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഹാഫ് ക്ലച്ച് മാത്രം യൂസ് ചെയ്തിട്ടാണ്. പക്ഷേ ട്രാഫിക്കിൽ അല്ലെങ്കിൽ പുറകോട്ട് പോകാൻ പാടില്ല എന്ന് ഉറപ്പുള്ള സാഹചര്യത്തിലാണെങ്കിൽ നമുക്ക് ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യാം. ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ വാഹനം പുറകോട്ട് പോവില്ല എന്ന് ഉറപ്പാക്കാം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് രീതിയിൽ
കയറ്റത്തിൽ വാഹനം ഓടിക്കുന്നതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അടുത്ത വീഡിയോയിൽ നമുക്ക് എങ്ങനെ കൃത്യമായിട്ട് എങ്ങനെ ഇടാം എന്ന് പഠിക്കാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.